നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്കുള്ള വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഏപ്രിൽ 7, 2025 മുതൽ ഏപ്രിൽ 28, 2025 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. LD ക്ലർക്ക്, UD ക്ലർക്ക്, സ്റ്റെനോഗ്രാഫർ, ലബോറട്ടറി അസിസ്റ്റൻറ്റ്, ഫീൽഡ് അസിസ്റ്റൻറ്റ്, MTS, ജൂനിയർ ടെക്നീഷ്യൻ, ട്രാൻസ്ലേറ്റർ, അക്കൗണ്ട് അസിസ്റ്റൻറ്റ്, ടെക്നിക്കൽ സൂപ്പർവൈസർ തുടങ്ങി പല പോസ്റ്റുകളിലേക്കായിട്ടാണ് വിളിച്ചിട്ടുള്ളത്. അതിൽ LD ക്ലർക്കിൻ്റെ വേക്കൻസി വന്നിട്ടുള്ള 5 വേക്കൻസിയാണ്. URൻ്റെ 3 വേക്കൻസിയും SCയുടെ 2 വേക്കൻസിയുമാണ് LD ക്ലർക്കിനുള്ളത്. UD ക്ലർക്കിനും ഉണ്ട്. അതിന് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. 8 വേക്കൻസിയാണുള്ളത്. UR 4, SC 2, OBC 2 വേക്കൻസിയാണുള്ളത്. അസിസ്റ്റൻറ്റിന് 4 വേക്കൻസി ഉണ്ട്. UR 1, OBC 1, OBC 2, EWS 1 വേക്കൻസി. പിന്നെ വേക്കൻസി വന്നിട്ടുള്ളത് MTS വേക്കൻസിയാണ്. ഇത് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ളവർക്ക് അപേക്ഷിക്കാം. 3 പോസ്റ്റാണ്. 2 URഉം ഒരു EWS വേക്കൻസിയാണ്. MTS പോസ്റ്റിന് 18 മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. ഫീൽഡ് അറ്റൻഡൻറ്റിന് 18 മുതൽ 27 വയസ്സ് വരെ ഒരു വേക്കൻസിയാണ്. LD ക്ലർക്ക് +2 ആണ് ക്വാളിഫിക്കേഷൻ. ഇതിന് സാലറി ഏകദേശം 35-ന് അടുത്ത് സാലറി കിട്ടുന്നതായിരിക്കും, സ്റ്റാർട്ടിംഗ് സാലറി. അതും 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. ലബോറട്ടറി അസിസ്റ്റൻറ്റ്, സ്റ്റെനോഗ്രാഫി കഴിച്ചവർക്ക് സ്റ്റെനോഗ്രാഫർ പോസ്റ്റ് ഉണ്ട്. 3 വേക്കൻസിയാണ്. UR വേക്കൻസിയാണ് 27 വയസ്സ് വരെ. ഡാറ്റ എൻട്രി ഓപ്പറേറ്റിംഗ് കോഴ്സ് കഴിഞ്ഞവർക്ക് 18 മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. UD ക്ലർക്ക് ഡിഗ്രിയാണ് വേണ്ടത്. സീനിയർ ലബോറട്ടറി അസിസ്റ്റൻറ്റിന് 2 വേക്കൻസി, 27 വയസ്സ് വരെ. അസിസ്റ്റൻറ്റ് 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. ഇത് 4 ഒഴിവുകളാണുള്ളത്. അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് 2 ഒഴിവുകളാണുള്ളത്. ഇതെല്ലാം 30 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. ഇതിൻ്റെ ഓരോ പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ പറഞ്ഞ ഏജ് റിലാക്സേഷനിൽ OBC നോൺ ക്രിമിനൽ ആണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെയും, SC STക്ക് 5 വർഷത്തെ വയസ്സുകളും ലഭിക്കും. പിന്നെ അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിന് അവരുടേതായ വയസ്സുകൾ ലഭിക്കും. ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സിനും അവരുടേതായ വയസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ ഓരോ പോസ്റ്റിനെ നോക്കുകയാണെങ്കിൽ MTS പോസ്റ്റ് ആദ്യം നോക്കാം. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് 10ാം ക്ലാസ് പാസ്സായ ആർക്കും അപേക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് IT ആണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. 10ാം ക്ലാസ് മാത്രമുള്ളവർക്കും ഇത് അപേക്ഷിക്കാവുന്നതാണ്. ഫീൽഡ് അറ്റൻഡൻറ്റും 10th പാസ്സായ ആർക്കും അപേക്ഷിക്കാം. LD ക്ലർക്ക് ആണെങ്കിൽ 12th ആണ്. +2 ഏജ് ഗ്രൂപ്പിൽ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ അവരൊരു ടൈപ്പിംഗ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. 35 വേർഡ്സ് പെർ മിനിറ്റ് സ്പീഡിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാനുള്ള ടെസ്റ്റ് അവർ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല. അവർ നടത്തുന്ന ടൈപ്പിംഗ് ടെസ്റ്റ് പാസ്സായാൽ മതി. +2 ഏത് ഗ്രൂപ്പിൽ കഴിഞ്ഞവർക്ക് ഇത് അപേക്ഷിക്കാം. ജൂനിയർ ലബോറട്ടറി അസിസ്റ്റൻറ്റിനാണെങ്കിൽ +2 നിങ്ങൾ സയൻസ് ഗ്രൂപ്പ് കഴിഞ്ഞവർക്കാണെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ്. സ്റ്റെനോഗ്രാഫർ +2ഉം സ്റ്റെനോഗ്രാഫി പഠിച്ചവർക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ ഡാറ്റ എൻട്രിയും +2ഉം ഡാറ്റ എൻട്രീൻ്റെ ആ സ്പീഡിലുള്ളവർക്ക് അപേക്ഷിക്കാം. UD ക്ലർക്കിനാണെങ്കിൽ ഡിഗ്രിയാണ്. ഡിഗ്രി ഉള്ളവർക്ക് ഏത് ഗ്രൂപ്പിൽ ഡിഗ്രി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്കും ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും. 35 വേർഡ്സ് പെർ മിനിറ്റ് ഇംഗ്ലീഷിൽ. സീനിയർ ലബോറട്ടറി അസിസ്റ്റൻറ്റ് +2 സയൻസും കൂടാതെ 3 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. ജൂനിയർ ടെക്നീഷ്യന് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 1 ഇയർ എക്സ്പീരിയൻസുമാണ് ആവശ്യം. സീനിയർ ഡ്രാഫ്റ്റ്മാന് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് 3 വർഷത്തെ എക്സ്പീരിയൻസും. അതുപോലെ ജൂനിയർ ട്രാൻസ്ലേറ്റർ ഇംഗ്ലീഷോ ഹിന്ദി ട്രാൻസ്ലേറ്റ് ചെയ്തവർക്കുള്ള പോസ്റ്റാണ്. അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് BCom 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം. അസിസ്റ്റൻ്റെ 4 വേക്കൻസി പറഞ്ഞിരുന്നു. ഡിഗ്രി ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. ഇത് സ്റ്റാർട്ടിംഗ് ഏകദേശം 50,000-ന് അടുത്ത് സാലറി കിട്ടുന്നതാണ്. ഇതിനും ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും. 35 വേർഡ്സ് പെർ മിനിറ്റ് ഇംഗ്ലീഷിൽ. ടെക്നിക്കൽ സൂപ്പർവൈസർ ഉണ്ട്. ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. സീനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ഉണ്ട്. മാസ്റ്റർ ഡിഗ്രി ഇൻ സയൻസ് വിത്ത് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം. സീനിയർ ടെക്നിക്കൽ സൂപ്പർവൈസർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്. ബാച്ചിലർ ഡിഗ്രി ഇൻ ഇൻസ്ട്രുമെൻറ്റേഷനോ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗോ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം. അസിസ്റ്റൻറ്റ് ലോ ഓഫീസർ ഡിഗ്രി ഇൻ ലോ കഴിഞ്ഞവർക്കാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് വരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പറ്റിയ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിനെ അപേക്ഷിക്കാവുന്നതാണ്. ഫീസ് വരുന്നത് 1000 രൂപയാണ്. 2 മണിക്കൂർ എക്സാമിനാണെങ്കിൽ 1000, 1 മണിക്കൂർ എക്സാമിനാണെങ്കിൽ 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. വുമൺ കാൻഡിഡേറ്റ്സിന് ഫീസ് ഇല്ല. ബട്ട് നിങ്ങളുടെ ടെസ്റ്റിനുള്ള 250 രൂപ അപ്ലൈ കൊടുക്കേണ്ടതാണ്. 1 hour ടെസ്റ്റ് ആണെങ്കിൽ 150, 2 hour ടെസ്റ്റ് ആണെങ്കിൽ 250 രൂപയാണ്. അത് SC ST PWD എക്സ് സർവീസ്മെനും വുമണിനും എല്ലാം സെയിം ആണ്. ബാക്കിയുള്ള മെയിൽ കാൻഡിഡേറ്റ്സിനെല്ലാം 2 hour എക്സാം ആണെങ്കിൽ 1000, 1 hour എക്സാം ആണെങ്കിൽ 500 ഫീസ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് ടോപ്പായിട്ട് കാണാവുന്നതാണ്. ഇവിടെ മുകളിൽ ജോബ്സ് എന്ന് പറഞ്ഞ് കാണാം. ഈ ഒരു ജോബ്സ് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ജോബ്സിൻ്റെ ഒരു പേജിലേക്ക് പോകുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കാണാവുന്നതാണ് CPCB ഇൻവൈറ്റ്സ് അപ്ലിക്കേഷൻ ഫോർ ദ റിക്രൂട്ട്മെൻറ്റ് ഫോർ ദ ഡിഫറൻറ്റ് പോസ്റ്റ് ഇൻ CPCB ഓൺ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ബേസിസ്. സ്റ്റാർട്ട് ഡേറ്റ് 7 ഏപ്രിലാണ്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 28 ഏപ്രിലാണ്. ഇതിൽ അഡ്വർടൈസ്മെൻറ്റിന് താഴെയുള്ള ഈ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നമ്മളിപ്പോൾ നോക്കി നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഡയറക്റ്റ് അപ്ലിക്കേഷൻ ലിങ്ക് ഈ ഒരു പേജിലൂടെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. ഈ ഒരു പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിൽ നിങ്ങൾക്ക് താഴെ കാണാം ക്ലിക്ക് ഹിയർ ടു രജിസ്റ്റർ എന്ന് പറഞ്ഞ് കാണാം. ഇതിലൂടെ ഫസ്റ്റ് നിങ്ങൾ രജിസ്റ്റർ ആണ് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും ഒക്കെ വെച്ചിട്ട് വീണ്ടും ലോഗിൻ ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഫിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഏത് പോസ്റ്റാണ് അപ്ലൈ ചെയ്യേണ്ടത് അത് നോക്കി അപ്ലൈ ചെയ്യാവുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള ജോലി സംബന്ധമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും.